നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ ഫുൾ മൂൺ ആണ്. ഓക്കെ, ഇതിനെ സൂപ്പർ ബ്ലൂ മൂൺ എന്നുകൂടി വിളിക്കുന്നുണ്ട്, സൂപ്പർ ഫുൾ മൂൺ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വളരെ അടുത്താണ് നമ്മുടെ ഭൂമിയുടെ, അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വലുതായിട്ട് കാണും എന്നൊക്കെയാണ്. ശരിക്കും ഒരു ബ്ലൂ കളർ കാണും എന്നാണ്, പക്ഷെ അത് കാണുന്നില്ല അത്ര. ഇന്നത്തെ അതിൽ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ കണ്ടിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഫുൾ മൂണിന് ചെയ്യാൻ പറ്റിയ റെമഡീസ്. അത് ഞാനിവിടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. പഴയ വീഡിയോ ആണ് കേട്ടോ. അതിൽ ഞാൻ അത്ര എഡിറ്റിംഗ് ഒന്നും ആ സമയത്ത് എൻ്റെ അത്ര നന്നായിരുന്നില്ല. സൗണ്ട് ലേശം കുറവായിട്ടൊക്കെ ഞാൻ തന്നെ കേട്ടപ്പോൾ എനിക്ക് തോന്നി. ബട്ട് ഇന്നിപ്പോൾ വേറെ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, ഒന്ന് നിങ്ങൾ കാണാം. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഹെൽപ്പ് എന്തെങ്കിലും കിട്ടട്ടെ. ഓക്കെ, ഫുൾ മൂണിൻ്റെ വീഡിയോസ് വേറെയും ഉണ്ട്, എല്ലാം എടുത്ത് കാണാം. കുറച്ച് റെമഡീസ് ഞാൻ ഗൈഡൻസ് മെസ്സേജ് കൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, കാരണം അതിൽ നിങ്ങളുടെ ഒരു ചെറിയ കുറച്ച് നമ്മുടെ ഈ ഒരു വർഷത്തിൻ്റെ ഒരു മാറ്റമാണല്ലോ. ഓക്കെ, മലയാള കലണ്ടർ വെച്ചിട്ടിപ്പോൾ 1200 ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, 1200-ാം ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ അതിൻ്റെതായ ചില പിന്നെ അതുപോലെ ശനി ദശയുടെ ചില മാറ്റങ്ങളെ കുറിച്ചുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഗൈഡൻസ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് അതുകൂടി പോയി കേൾക്കാം. ഓക്കെ, ആൻഡ് ഇന്നത്തെ ദിവസം ഫുൾ മൂണിൻ്റെ നമുക്ക് നോക്കാൻ പോകുന്നത്, ഞാൻ അതിലേ കുറേ ലെക്ചർ പോലെ പറഞ്ഞു, ഇപ്പം ഇതും ഇതിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ ഓക്കെ ഫുൾ മൂണിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, ഫുൾ മൂൺ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് എന്തായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇന്ന് എന്തായിരിക്കും വരിക, ഫുൾ മൂൺ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ എഫക്ട് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, ആൻഡ് മോർണിംഗ് ഞാൻ പറയാം, ഫുൾ മൂൺ ദിവസങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ഓക്കെ, ഞാനിത് രാവിലെ തന്നെ നമ്മൾ പോസ്റ്റ് ഇത്തിരി കൂടി നേരത്തെ പോസ്റ്റ് ചെയ്യണോ? ഓക്കെ, എന്തായാലും നോക്കട്ടെ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവണം. കാരണം ദിവസം സൂക്ഷിക്കണം. ഞാൻ എന്തായാലും അത് പറയാൻ വിട്ടുപോയി. സാലേ പോട്ടെ, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കണം. ഫുൾ മൂൺ ന്യൂ മൂൺ സമയങ്ങളൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും ഇഫക്റ്റ് ഈ ഫുൾ മൂണിൻ്റെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രൈവിംഗ് നല്ല കാര്യം, സെക്യൂരിറ്റി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ലവ്, നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നോക്കുന്നത്. എൻ്റെ ഇവിടെ ലവ് വന്നിട്ടുണ്ട്. സോ വളരെ നല്ല കാര്യം. ഞാനിത് രണ്ടും കൂടി ഒന്നിച്ചെടുത്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാ. മിറക്കിൾസ്, വെരി ഗുഡ്. ഓക്കെ, മിറക്കിൾ വരുന്നു, നിങ്ങളെ ഫുൾ മൂൺ നിങ്ങൾക്ക് മിറക്കിൾ കൊണ്ടുവരുന്നു എന്ന് പറയാം. ആൻഡ് ഹീലിംഗ്, വാവ്, ഹീലിംഗ് ഹവേഴ്സ്, വെരി നൈസ്. സ്റ്റാൻഡ് സ്റ്റിൽ ഉണ്ട്, ഡിലിജൻസ്. ഓക്കെ, ഓക്കെ, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഓക്കെ, നമുക്ക് ടാരോ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, എല്ലാം കൂടി കണക്ട് ചെയ്ത് സംസാരിക്കാം എന്നാട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ മേലെ അവരുടെ കറണ്ട് എനർജീസ്, പേഴ്സൻ്റെ എനർജി എന്തായിരിക്കും? ഓക്കെ, ആൻഡ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്ന? ഓക്കെ ഓക്കെ, നമുക്ക് അവരുടെ ഓക്കെ ഇപ്പോൾ ഫീലിങ്സ് വെച്ച് പറയുമ്പോൾ, ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ അവരുടെ എനർജി നിങ്ങളുടെ ടുവേർഡ്സ്, ഓക്കെ, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളോട് ഒരു വളരെ പാഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അട്രാക്ഷൻ, പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് എന്ന് പറയാം, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ലവേഴ്സ് കാർഡും ഉണ്ട്. സോ നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോഴത്തെ ഇന്നത്തെ എനർജി അതാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ വേണം എന്നാണ് അവരുടെ മനസ്സിൽ. അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 5 സോർഡ്സ് ആണ്, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് അവർ നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. കാരണം അവർക്കൊരു പേടിയുണ്ട്, നേരെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് വീണ്ടും ഫൈറ്റ് ആയി പോവോ എന്നുള്ളൊരു പേടിയുണ്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഹെർമിറ്റ് കാർഡ് ഉണ്ട് ഇവിടെ, സൈലൻ്റ് ആയിട്ട് ചിലപ്പോൾ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി കമ്മ്യൂണിക്കേഷൻ ഇന്ന് വരില്ലായിരിക്കും, ആക്ച്വലി വരാതിരിക്കുന്ന നല്ലത് ഒരു കണക്കിന്. ഓക്കെ, വരണ്ട, വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും വേണ്ട. ഓക്കെ, സോ ഐ തിങ്ക് അവർക്ക് അവരുടെ മനസ്സിലും ആ ഒരു ഡൗട്ട് ഉണ്ട്. ദാറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർക്കൊരു പേടിയുണ്ട്. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ശരിക്കും. ഓക്കെ, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിൽ വളരെ ഒരു സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും കാണാനും എല്ലാം മീറ്റ് ചെയ്യാനും എല്ലാം അവർക്ക് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് വരുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ ആ ഒരു പേടിയാണ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും തെറ്റിപ്പോവോ, വീണ്ടും നിങ്ങൾ എന്തെങ്കിലും പറയുമോ, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയി പോവോ എന്നൊക്കെയുള്ള ഒരു പേടികളാണ്. ഓക്കെ,
ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലുണ്ടായ ചില അടികൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അത് വീണ്ടും പറഞ്ഞാലോ അത് വീണ്ടും വന്നാലോ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് എനിക്കിവിടെ കാണുന്നത് അവരുടെ മനസ്സിൽ. എനിക്ക് റിയൂണിയൻ എനർജി വളരെ സ്ട്രോങ് ആണ്. ചിലവർക്ക് ആക്ച്വലി റിയൂണിയൻ വരാം, പക്ഷെ ഐ തിങ്ക് ഫുൾ മൂൺ സമയത്ത് നോർമലി സംസാരിച്ച് കഴിഞ്ഞാൽ തെറ്റാനുള്ള വളരെയധികം ചാൻസസ് ആണ്. കാരണം എല്ലാവരും ഇമോഷണൽ ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. സോ ഐ തിങ്ക് സൈലൻസ് ആണ് നല്ലത് ഒരു കണക്കിന്. ഓക്കെ, സൈലൻസ് ആണ് ബെറ്റർ. ഓക്കെ, പക്ഷെ റിയൂണിയൻ എനർജി ഉണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, നല്ലോണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഈവൻ ട്വിൻ ഫ്ലെയിം ആവാം ചിലവർക്ക്. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു മുൻപ് ഐ തിങ്ക്. ആൻഡ് അതിൻ്റെ പേരിൽ നിങ്ങൾ വീണ്ടും തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് അവർ വരാനുള്ള സാധ്യത ലേശം കുറവാണ്. കാരണം ഇവിടെ മനസ്സിൽ അവർ ഫീലിങ്സ് എന്ന് നോക്കുമ്പോഴും 4 ഓഫ് കപ്സ് ആണ്, മിസ്സിംഗ് എനർജിയാണ്. ഓക്കെ, ഇത് മിസ്സിംഗ് എനർജി, മിസ്സിങ്ങിൻ്റെ അല്ല, ബട്ട് ഇത് കാണുമ്പോൾ കാർഡ് കാണുമ്പോൾ എനിക്ക് ഇന്ന് പിക്ക് ചെയ്തത് അവർ മിസ്സിംഗ് എനർജിയാണ്. അവർ സൈലൻ്റ് ആണ്. ഓക്കെ, അവർ ഒന്നും പറയുന്നില്ല, സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവർക്ക് റിഗ്രറ്റിലിരിക്കുകയാണെന്ന് പറയാം. ഓക്കെ, റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ. എനിക്ക് തോന്നിയത് അവർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് മുമ്പ് ട്രീറ്റ് ചെയ്തു. അതായത് നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാം. ഓക്കെ, ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറയാം. അവരെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇല്ലാത്ത പോലെയൊക്കെ അവർ പെരുമാറി. ഓക്കെ, അതായത് ശരിക്കും അവർ നിങ്ങളോട് മനസ്സിൽ ഒരുപാട് സ്നേഹമാണ് ശരിക്കും. ഓക്കെ, പക്ഷേ അവർ കാണിച്ചത് നിങ്ങൾ വെറും അവരുടെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങളില്ലെങ്കിലും ഞാൻ ഓക്കെയാണ് എന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ അവർ നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ന്യായം തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ, ആ റിഗ്രറ്റാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ആ റിഗ്രറ്റ് കൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു മടി എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർക്ക് സാധിക്കില്ല, ബിക്കോസ് അവർക്ക് അറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ ഈ കാർഡ്സ് വെച്ചിട്ടും ഇവിടെ പറയുന്നത് ത്രൈവിങ് എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്നും പറ്റില്ല, നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു സ്റ്റാൻഡ് സ്റ്റിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്, ഒരു മൂവ്മെൻറ്റും ഇല്ല ഇവിടെ. ഓക്കെ, പക്ഷേ പേടിക്കൊന്നും വേണ്ട, ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് ഫേസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരല്പം ഒരു സൈലൻസ്, ഒരല്പം ഒന്ന് മാറി നിന്ന് നമ്മളെല്ലാവരും എന്താ പറയുക, നിങ്ങളും അവനവനെ കുറിച്ച് ചിന്തിക്കുക, അവരും അവനവനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അത് നല്ല കാര്യമാണ്. ഹെർമിറ്റ് ആണ്. ഓക്കെ, സ്റ്റാൻഡ് സ്റ്റിൽ, ഹെർമിറ്റ്, ഒരു സൈലൻസ്, ഒരു അല്പം ഹാങ്മാൻ സിറ്റുവേഷൻ, ഒന്ന് അനക്കൂല്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ പിക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇത് എവിടെയും ഒന്നും ആവാൻ പോകുന്നില്ല, സംഭവിക്കാൻ പോകുന്നില്ല, ഈ റിലേഷൻഷിപ്പ് എൻഡ് ആവും എന്നൊരു പേടി നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഓക്കെ, എവിടെയും പോകാൻ പോകുന്നില്ല ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട്. ഓക്കെ, സോ ത്രൈവിംഗ് ആണ്. എന്ന് വെച്ചാൽ ത്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ അതിജീവിക്കും എന്ന രീതിക്ക് നമുക്ക് എനിക്ക് വാക്കുകളൊക്കെ കിട്ടാൻ മതി. ഓക്കെ, അതിജീവിക്കും എന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി എന്നും കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പേടിക്കുക വേണ്ട. ഓക്കെ, അഗൈൻ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ രണ്ടുപേർക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ സ്നേഹം ഒന്നും പറ്റില്ല. ഓക്കെ, അകൽച്ച ഉണ്ടാവാം, അടുത്തുണ്ടാവാതിരിക്കാം, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, ആ ഫീലിങ്സ് ഒരിക്കലും അത് എൻ്റെ ആവില്ല. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബന്ധത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ പക്ഷേ കുറച്ചുകൂടി ബാലൻസിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, ഇതെൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സ്നേഹം ഉണ്ട്. ലവ് എന്ന കാർഡ് നമുക്ക് ഇവിടെ ആക്ച്വലി മിഡിലാണ് നോക്കിക്കോളൂ. ഓക്കെ, ലവ് എന്ന എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, ലവേഴ്സ് എനർജി ഇവിടെ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ്റെ ചാൻസസ് ആണ്, ബട്ട് മേ ബി ഇന്ന് നടക്കില്ലായിരിക്കും, ബട്ട് വരും. ഓക്കെ, അതിനൊരു അവസരം വരുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ, കാണാൻ, നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ എന്ന രീതിക്ക് തന്നെ പറയാം. ഓക്കെ, നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ റിയൂണിയൻ, ബ്ലോക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബ്ലോക്കൊക്കെ മാറ്റി വരും അവർ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കുറച്ചുകൂടി എടുക്കാം ഞാൻ കാർഡ്സ്. ഓക്കെ, മിറക്കിൾ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഒരു മിറക്കിൾ പോലെ ചിലപ്പോൾ നിങ്ങൾ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വരും. ഓക്കെ, ഞാൻ ഐ തിങ്ക് ഇന്നലത്തെ എനർജിയും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും എന്നൊക്കെ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ അവർ കാണാൻ വരാം, അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ഒരു കൺഫെഷൻ വരാം. എന്തും സംഭവിക്കാം. ഒരു മിറക്കിളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ ഫുൾ മൂൺ എനർജി നിങ്ങളുടെ പേഴ്സണെയും ഒരല്പം ചിന്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിലൊരു മാറ്റം നമുക്ക് കാണും. ഓക്കെ, ആൻഡ് ഇവിടെ ഹീലിംഗ് കാവേഴ്സ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആവും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം കാർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫുൾ മൂൺ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വേറെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാം നോക്കാം. എനർജി. ഓക്കെ, പ്ലീസ് യൂണിവേഴ്സ്. Let's see. Knight of Swords, 7 of Swords, Ace of Pentacles, Chariot. ഇന്നലത്തെ അതേ എനർജിയാണ് അല്ലേ. Queen of Cups. Oh my God. എനിക്കിങ്ങനെ ഒരു കോരിത്തരിക്കില്ല എന്ന് പറയില്ലേ, രോമാഞ്ചം വരുന്നു എനിക്ക് സത്യം.
വാവ്, എനർജി, സൂപ്പർ എനർജി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഐ തിങ്ക് ഞാൻ ഇന്നലെയും പറയാം, ഞാൻ നിങ്ങളോട് എപ്പോഴും നമ്മുടെ റീഡിങ്സ് എപ്പോഴും നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, എവിടെയോ നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ വേറെ ബന്ധത്തിൽ പോയിട്ടുണ്ടാവാം, വേറെ ഓപ്ഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് ബന്ധത്തിലുള്ളപ്പോഴും അവർ വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ജോലി എന്നല്ല എനിക്ക് വരുന്നത്, വേറെ റിലേഷൻസ്, അതിപ്പോൾ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളാവാം, എന്തും ആവാം. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജി വളരെ സ്ട്രോങ് ആണ്. സോ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായം ഓക്കെ അവർക്ക് ഇത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്, നിങ്ങൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ആൻഡ് ഇവിടെ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് നല്ലോണം ഉണ്ട്, അവർക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറച്ചിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരുന്നിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫീലിങ്സ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോടാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ എന്തൊക്കെ നമ്മൾ പറയില്ലേ ചില സമയത്ത്, ഇത് എല്ലാവർക്കും അല്ല കേട്ടോ, പക്ഷെ അറ്റ്ലീസ്റ്റ് മെജോറിറ്റി എനിക്ക് തോന്നുന്നത് ഇവിടെ കാണുന്നവർക്ക് മെജോറിറ്റി നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ അവർക്കൊരു ശരിക്കും ആത്മാർത്ഥമായ സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടാണ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, അവരുടെ എനർജി ആവാം, നിങ്ങളുടെ എനർജി ആവാം, രണ്ടും ആവാം. പേഴ്സണിന് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് മാരേജ്, ഹൈറോഫൻ്റ് ആണ് പറയുമ്പോൾ മാരേജ് ആണ്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നമ്മളിവിടെ കാര്യമാക്കണ്ട, ഇതിപ്പോൾ മാരേജ് കാർഡായിട്ട് എടുക്കാം. ഏസ് ഓഫ് വാൻസ്, പുതിയ തുടക്കം, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഓഫർ, കമ്മിറ്റ്മെന്റ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോടാണ് ശരിക്കും അഗൈൻ മാരേജ് കാർഡാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി, മാരേജ് കാർഡ്. ഓക്കെ, ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊരു എനർജിയാണ്. പക്ഷേ ഈ 4 കാർഡും ഇതിനപ്പുറം നമുക്ക് ശരിക്കും എന്നാ ഓക്കെ ഐ തിങ്ക് നിങ്ങൾ കുറേ കാലമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അവരെന്താ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ പറയൂ. ഏസ് ഓഫ് വാൻസ് ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതൊരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് എന്ന് പറയും ഇതിനെ. ഓക്കെ, ഒരു പുതിയ തുടക്കം എന്ന് പറയാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഓഫർ, കമ്മിറ്റ്മെന്റ്, സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് എടുക്കാം. മാരേജ് കാർഡാണിത്, സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്, ഫാമിലിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് എന്ന രീതിക്ക് വീട്, ഫാമിലി, എങ്ങനെ പല വാക്കും നമുക്ക് ഇതിന് കൊടുക്കാം. ഞാൻ കാർഡ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾ പഠിച്ചോളൂ, നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കില്ലല്ലോ. ഓക്കെ, ഹൈറോഫന്റ്. ഓക്കെ, ഹൈറോഫന്റ് ഉണ്ട് ഇവിടെ. ഹൈറോഫന്റ് മാരേജ് കാർഡാണ്, ട്രഡീഷൻ്റെ കാർഡാണ്. എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളുമായിട്ട് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ട്രഡീഷണലി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ ലോകത്ത് നടക്കുന്ന പോലെ മാരേജ്, കമ്മിറ്റ്മെന്റ്, നമ്മൾ ഫാമിലി പോലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരിത്, ആ രീതിക്കൊക്കെ. ഓക്കെ, ലീഗലായിട്ട് മാരേജ് എന്ന രീതിക്കാണ് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, പോസിബിലിറ്റി നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ചിലവർക്ക് ഇനിയിപ്പോൾ ഓൾറെഡി അവർ മാരീഡ്, അങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ യെസ്, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങളോട് കമ്മിറ്റ്. പക്ഷേ അവർക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം നിങ്ങൾക്കാണ്. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു, അവരുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടെന്ന്. ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നത്, സ്ഥാനം അവർക്ക് നിങ്ങളോടാണുള്ളത്. പക്ഷേ യെസ്, അവർ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. ഓക്കെ, ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എവിടേക്കും ഒരു അവോയ്ഡിങ് ആണ്. ഓക്കെ, അവോയ്ഡിങ് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഈ ശരിക്കും പറയില്ലേ ഇങ്ങനെ ഇത്രത്തോളം ഒരു സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തി, ഇപ്പം നിങ്ങളെ ആയാലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾക്ക് ഈ എനർജി എടുക്കാം. അതായത് നിങ്ങൾ വളരെ നിങ്ങളുടെ പാർട്ട്ണറെ ഒരുപാട് നല്ലോണം സ്നേഹിക്കുന്നു എന്ന് പറയാം, കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് എവിടേക്കോ അവർ അറ്റാച്ച്ഡ് ആയി പോവോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഒരു 4 ഓഫ് കപ്സിൻ്റെ കാർഡ് പറഞ്ഞിരുന്നു. അവർ എവിടേക്കോ ഒന്നിങ്ങനെ അവനവനെ ഒന്ന് പുൾ ബാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർക്ക് ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയാനായിരിക്കാം. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാക്കാനായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളോട് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സോറിയുടെ ഇതല്ലാതെ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഇൻ ആൻഡ് ഔട്ട് ഇതുവരെ എനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ആൻഡ് ഔട്ടും നിങ്ങളോടൊരു മറച്ചു വെച്ചിട്ടുള്ള ബിഹേവിയേഴ്സ്, ചില കാര്യങ്ങൾ നിങ്ങളടുത്ത് മറച്ചു, വേറെ ബന്ധങ്ങൾ വെച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 7-7 ആണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഒരുപാട്. ഓക്കെ, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്, കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഫുൾ മൂൺ എനർജി ഐ തിങ്ക് ഇത് വളരെ സ്ട്രോങ് ആക്കും അവരുള്ളിൽ നിന്ന്. ഈ ഫീലിങ്സ് ഇന്ന് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരും അവരുടെ മനസ്സിൽ. കാരണം അവർക്ക് റിയലൈസ് ചെയ്യുകയാണ് ചില കാര്യങ്ങൾ, അല്ലേ, ചില കാര്യങ്ങൾ റിയലൈസേഷൻസ് വരുന്നതാണിത്. ഓക്കെ, ഞാൻ ഒരു ഡെക്ക് കൂടി എടുക്കായിരുന്നു എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, ഒരു സെക്കൻഡ് എനിക്ക് തരണം. ഓക്കെ, ഞാൻ എന്തോ എനിക്കൊരു പറഞ്ഞ് തീരാത്ത പോലെ ഒരു ഫീലിംഗ് എനിക്ക്. അത് എപ്പോഴും ലാസ്റ്റ് ഒറാക്കിൾ മെസ്സേജസ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നോക്കട്ടെ. ഞാൻ ഈ ഡെക്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് മെസ്സേജസ് കൂടി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഫുൾ മൂണിൻ്റെ ദിവസം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഫുൾ മൂണിൻ്റെ എഫക്റ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് വരിക നോക്കാം. അവരെന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല മെസ്സേജസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓക്കെ. ഓക്കെ, മതി. ഓക്കെ, അവർ പ്ലാനിങ് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിങ് ആലോചിക്കുന്നുണ്ട്. ആൻഡ് അവർ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ വരും അറ്റ്ലീസ്റ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും, കാണാൻ വരാം, മീറ്റ് ചെയ്യാൻ വരാം, മെസ്സേജസ് വരാം. ഓക്കെ, അവർ മനസ്സിലുള്ളത് അവർ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വരാം. ഓക്കെ, അവർ പെട്ടെന്ന് എത്രയും സ്പീഡിൽ വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഐ എം വർക്കിംഗ് ഹാർഡ് സോ ദാറ്റ് ഐ ക്യാൻ ഫുൾഫിൽ യുവർ വിഷസ്. അവർ ഇപ്പോൾ അവരെ ജോലിയിലേക്കൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് എവിടെയോ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി വളരെ ഒരു സ്റ്റേബിൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു മനസ്സ് അവർക്കുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാനും അവർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. നമ്മൾ ഒന്നിച്ച് ഇതിൽ കുറച്ചുകൂടി അവർ എഫേർട്ട് ഇടുക എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ വർക്ക് വിത്ത് മീ, സെയിം തിങ് ആക്ച്വലി. രണ്ടും എനിക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഓക്കെ, അവരും എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ. അത് മാത്രമല്ല നിങ്ങളുമായിട്ട് ഒന്നിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. ആൻഡ് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. അവർക്ക് പേടിയാണ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ശരിക്കും പേടിയുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, അവർക്ക് ആ പേടിയുണ്ട്. അവർ ശരിക്കും അവരെ മനസ്സിലുള്ള പോലെ അവർ തുറന്ന് പറയുന്നില്ല. കാരണം അവർക്ക് പേടിയാണ് നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയാലോ എന്നുള്ളൊരു പേടി. ചിലപ്പോൾ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അങ്ങനെ വല്ലതും ഉണ്ടാവാം അവർക്ക്. അപ്പം അതിൻ്റെ ഒരു പേടി. ഓക്കെ, എന്ന് മാത്രമല്ല മേ ബി സിറ്റുവേഷൻ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നിക്കാൻ പറ്റാത്ത വല്ല സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കൊരു പേടിയുണ്ട്. ദാറ്റ് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ പിടിച്ച് വെക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ സ്വയം ബാക്ക് ആവും ചെയ്യുന്നുണ്ട്. ഓക്കെ, വിടാനും ആഗ്രഹമില്ല. ബട്ട് എന്നാലോട്ട് അവർക്ക് അടുക്കാനും പേടി എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, ഒരു അഗെയിൻ 9 ഓഫ് വൺസ്, അകൽച്ച, സെപ്പറേഷൻ. ഓക്കെ, സെപ്പറേഷൻ എന്നല്ല, ഒരു ബൗണ്ടറി വെക്കാം. ഓക്കെ, അവർ നിങ്ങളോട് ഡിഫെൻസീവ് ആയിട്ടാണ് സംസാരിക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഫെൻസീവ് ആയിട്ട് പറയും. നിങ്ങൾ വേറെ ബന്ധത്തിൽ പോയോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഫെൻസീവ് ആയി പോകും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം അവരുടെ മനസ്സിലുള്ളത് അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഓക്കെ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഡിഫെൻസീവായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഓക്കെ, നിങ്ങളെന്തോ ആയിക്കോ, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞേക്കാം. ഓക്കെ, ബട്ട് അത് അവരൊരു ഡിഫെൻസീവ് ഇതാണ്, ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർ അവനവനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. ഇവിടെ 2 കാർഡ്സും എനിക്ക് കാണുമ്പോൾ യെസ്, അവർ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. കാരണം അവരുടെ മനസ്സിൽ കൂടുതൽ നിങ്ങളോട് അറ്റാച്ച്മെന്റ് ആയിക്കഴിഞ്ഞാൽ വിട്ടുപോവോ, നഷ്ടപ്പെടുവോ എന്നൊക്കെയുള്ള ചില പേടികൾ. ഓക്കെ, അവരുടെ ഫീലിങ്സ് അത്രത്തോളം നിങ്ങളോടുണ്ട് ശരിക്കും. അതാണ് ഓക്കെ, ബേസ് പോയിന്റ് അതാണ്. അവർക്ക് നിങ്ങളോട് അത്രത്തോളം ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അത് അവർ സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടും ഒക്കെ അവർ വേറെ ബന്ധത്തിൽ പോയിട്ടായാലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്ത് കുറേ ഓരോന്ന് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങളെ അകറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. ശരിക്കും അത് മനസ്സിലാക്കുന്നില്ല അവർ. ഓക്കെ, ഐ ഫീൽ കംപ്ലീറ്റ്ലി ഡിഫീറ്റഡ്. ദിസ് എൻഡിങ് ഹാസ് ടേക്കൺ. നിങ്ങൾ വാക്ക് അവേ ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ ഇതിൽ സിറ്റുവേഷനിൽ വാക്ക് അവേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പേഴ്സണെ വിട്ട് മാറിയിട്ടുണ്ടാവാം. അവരെ അകൽച്ച വെച്ച് അവർ കുറേ ഇങ്ങനെ ബൗണ്ടറിയൊക്കെ വെച്ച് ഡിഫെൻസീവ് ആയിട്ടൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് മടുത്ത് കാണും. ഓക്കെ, നിങ്ങൾ വിട്ടുപോയി കാണും. ഓക്കെ, അല്ലെങ്കിൽ വിട്ടുപോകാൻ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾ ഒരു അകൽച്ച വെക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർക്ക് ആ എൻഡിങ് അവർക്ക് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് അതിൻ്റെ ശരിക്കും നല്ല വേദനയും വിഷമവും അവരനുഭവിക്കുന്നുണ്ട്. അവർ ശരിക്കും നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും. നിങ്ങളാണ് വിട്ടുപോയത് എന്ന് പറയൂ കേട്ടോ, അങ്ങനെയും പറയും ചിലപ്പോൾ. ഐ ഹാവ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ഫോർ യു. ഐ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു യു. ക്വീൻ ഓഫ് കപ്സ്, നമ്മുടെ നേരത്തെ എന്താ പറഞ്ഞത്, നിങ്ങളോടാണ് അവർക്ക് ആ കണക്ഷൻ, നിങ്ങളോടാണ് അത്രയും സ്നേഹം, കമ്പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നത്. നിങ്ങളേ ഉള്ളൂ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി, വേറെ ആരും ഇല്ല. ഓക്കെ, വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലും ശരി നിങ്ങളെപ്പോലെ ആരും വരില്ല. ക്വീൻ ആവണമെന്നില്ല, കിങ് ആവാം. ഓക്കെ, എംപറർ. പക്ഷെ അവർക്ക് ലേശം ഈഗോ ഉള്ളപ്പോൾ അവർക്ക് എന്താ തോന്നുന്നറിയോ, അവർക്കറിയാം എന്താ ബെസ്റ്റ് എന്നുള്ളത്. എന്നാൽ അവർ ചെയ്യുന്ന എല്ലാം ശരി. അവരെ ഈഗോ, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം കറക്റ്റാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ആ ഒരു തോട്ടാണ് അവരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ഒരു ഈഗോ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല അത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമല്ല. അവർ ചെയ്യുന്ന എന്തോ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. അവർ വേറെ റിലേഷൻഷിപ്പിൽ പോയി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എന്താണ്, ശരിക്കും നിങ്ങളോട് അറ്റാച്ച്ഡ് ആവരുത് എന്ന രീതിക്ക് ചിലപ്പോൾ ഇവർ വേറെ വല്ലതൊക്കെ ചെയ്ത് നടക്കുമായിരിക്കും. ഓക്കെ, എല്ലാവരുടെയും കേസ് അല്ല ഇത്. ഓക്കെ, ചിലവർ ഓൾറെഡി ആ ഒരു ഫ്ലർട്ടിങ് നേച്ചർ ഉള്ളവരായിരിക്കാം. ഓക്കെ, അതങ്ങനെയാവാം. പക്ഷേ ചിലവർ നിങ്ങളുടെ അടുത്ത് അകൽന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ ബന്ധത്തിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവർ നിങ്ങൾ ചോദിച്ചു പോയാലോ, അവർ പറയുന്നത് അത് നിങ്ങളുടെ അടുത്ത് അടുക്കാതിരിക്കാൻ വേണ്ടി അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ എന്താ ചിന്തകളെ നോക്കൂ, ഇതിനൊക്കെ എന്താ പറയുക ഉത്തരം, ഇതിന് നമുക്കൊന്നും ആൻസർ പറയാനില്ല. സോ ശരി, എന്തോ ആയിക്കോ എന്ന് പറയാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
ടു ഓഫ് പെൻറ്റിക്കൽസ് കൺഫ്യൂഷൻ. അവർ ഓൾറെഡി ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പല സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അത് ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയാലും ശരി. ആക്ച്വലി എംപറർ വന്നുകൊണ്ട് മേ ബി ഫാമിലി, മാരേജ് എന്ന കാര്യങ്ങളും ആയിരിക്കും. ആക്ച്വലി ഇവിടെ ഇവർ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് തരണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നു എന്ന് കൂടിയാണ് കേട്ടോ, അങ്ങനെയും പറയാം. ഓക്കെ, ബട്ട് അവർക്ക് അവരെ തീരുമാനം, അവർ പറയുന്ന പോലെ, അവരെ പറയുന്ന സമയത്ത് അവർ അങ്ങനെ. ഓക്കെ, എനിവേ, ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. കുറച്ച് സിറ്റുവേഷൻസ് ഐ തിങ്ക് അപ്പ് ആൻഡ് ഡൗൺ അവർ ഉണ്ടാവാം ജീവിതത്തിൽ. അപ്പോൾ അതൊന്ന് ഫേസ് ചെയ്യുകയാണ് ഇപ്പോൾ അവർ. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. ഓക്കെ, കുറച്ചൊന്ന് സ്പേസ് കൊടുത്തേക്കാം, നിങ്ങൾ പിന്നാലെ പോണ്ട. ഓക്കെ, യു ആർ മൈ ട്രൂ ലവ്, ദ വൺ ഐ വാസ് വെയിറ്റിംഗ് ഫോർ. 2 ഓഫ് കപ്സ് ആണ്. ഇതിനപ്പുറം നമുക്ക് ലാസ്റ്റ് കൺഫർമേഷൻ ഒന്നും വേണ്ട അല്ലേ. നമ്മൾ നേരത്തെ ലവേഴ്സ് കാർഡ് ഉണ്ടായിരുന്നു, ഇത് 2 ഓഫ് കപ്സ് നമ്മുടെ സോൾമേറ്റ് കാർഡാണ്. നിങ്ങളാണ് അവരെ വൺ ട്രൂ ലവ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേറെ ആരോടും ഈ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇത് യൂണിവേഴ്സ് കണക്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരിക്കലും അത് വിട്ടുപോകില്ല. ബട്ട് യെസ്, നിങ്ങൾ ബാലൻസിൽ വരണം. ഓക്കെ, പക്ഷെ ചില സമയത്ത് നിങ്ങളടുത്ത ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളത്, പേഴ്സൻ്റെ ബിഹേവിയർ അനുസരിച്ച് ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നിന്ന് കൊടുക്കാതിരിക്കുക. കാരണം വേറൊന്നുമല്ല, നമ്മൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഓക്കെയാണ്, നോ പ്രോബ്ലം. ബട്ട് ഒരു പേഴ്സൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ലൈഫ് ലോങ് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അല്ലേ. സോ അതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അവർ വേറെ ഫ്ലർട്ടിങ് ചെയ്തു, വേറെ നിങ്ങൾക്ക് ചെയ്തു, ഇതൊക്കെ പിന്നീടാണെങ്കിലോ എന്ത് ചെയ്യും? സോ പ്രാക്ടിക്കലായിട്ട് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫ്, യെസ്, മനസ്സിൽ സ്നേഹം തന്നെയാണ്, നമുക്ക് ഒരാളെ വിട്ടുകൊടുക്കാൻ തോന്നില്ല. ബട്ട് സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതിനെ കൂടി നമ്മളൊന്ന് വിലയിരുത്തി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, സോ എനിവേ, എന്തായാലും ഫുൾ മൂണിൻ്റെ എനർജി നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓടി വരും. ഓക്കെ, ബട്ട് ഇന്നത്തെ ദിവസം സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും കേട്ടോ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് മൈൻഡ് വയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.